ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ മൈക്രോവേവ് ഓവൻ ചൂടാകാതെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ശരിയാക്കാമെന്ന് നോക്കാം എളുപ്പത്തിൽ. അതിനുവേണ്ടി ഞാൻ സോളാർ മൈക്രോ ഓവൻ എടുത്തിട്ടുണ്ട്. അതിന് കേസൊക്കെ ഞാൻ ഓൾറെഡി ഓപ്പൺ ആക്കി വെച്ചേക്കുമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് വരും ഓവൻ്റെ. അവിടെ കപ്പാസിറ്റർ, അതുപോലെ തന്നെ അതിൻ്റെ മാഗ്നട്രോണ്, ട്രാൻസ്ഫോമർ തുടങ്ങിയ പ്രധാനപ്പെട്ട പാർട്സുകളെല്ലാം ഈ വലത് ഭാഗത്തായിരിക്കും ഇരിക്കുന്നത്. എല്ലാ മൈക്രോ ഓവൻ്റെയും ഇതുപോലെ തന്നെ ആയിരിക്കും. അപ്പോൾ അവിടെ നമുക്കൊരു ഹൈ പവർ ഫ്യൂസ് കാണും. ഈ ഫ്യൂസ് കേസ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. എല്ലാ ഓവനും ഉണ്ട് ഈ ഫ്യൂസ് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിയുമ്പോൾ ആ ഫ്യൂസിന് എന്തെങ്കിലും ഡാമേജ് പറ്റിയിട്ടുണ്ടോ നമുക്ക് നോക്കണം. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് പോയിട്ടുണ്ട്. അത് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഫ്യൂസ്. അപ്പോൾ അത് കപ്പാസിറ്ററിൻ്റെ പ്രോബ്ലം കൊണ്ടായിരിക്കും ഫ്യൂസ് പൊതുവെ പോകുന്നത്. ഫ്യൂസ് മാത്രമായിട്ട് പോകാറില്ല. പുതിയൊരു കപ്പാസിറ്റർ ഞാൻ എടുത്തിട്ടുണ്ട്. ഡയോഡും കപ്പാസിറ്ററും പുതിയതാണ്. അപ്പം ആ പഴയ കപ്പാസിറ്ററിൽ നിന്ന് നമുക്കത് അതുപോലെ തന്നെ കണക്ഷൻ ഊരി കുത്തുക. തിരിഞ്ഞും മറിഞ്ഞും പോയത് കറക്റ്റായിട്ട് തന്നെ കുത്തുന്നു. ഞാനിപ്പോൾ ഈ ഓവൻ്റെ സ്ക്രൂ എല്ലാം അഴിച്ചു വെച്ചേക്കുമായിരുന്നു. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണണം, എന്നാലേ ഇത് മനസ്സിലാകത്തുള്ളൂ ശരിക്കും. എന്നിട്ട് അതിൻ്റെ ആ കപ്പാസിറ്ററിൻ്റെ ക്ലാമ്പ് കറക്റ്റായിട്ട് വെച്ച് സ്ക്രൂ ചെയ്യുക. കറക്റ്റായിട്ട് അതേ പൊസിഷനിൽ തന്നെ പഴയ കപ്പാസിറ്റർ ഇതുപോലെ തന്നെ വെക്കണം. സ്ക്രൂ ഇടുമ്പം ഒരു കാര്യം ഇരിക്കുക, സ്ക്രൂ ഫുള്ളും ടൈറ്റ് ചെയ്യണം. ഡയോഡേ നിന്നായിരിക്കും സ്ക്രൂ പോകുന്നത്, ഡയോഡേ കൂടെ ആയിരിക്കും സ്ക്രൂ ഇടുന്നത്. അവിടെ ഒരു നെഗറ്റീവ് ഗ്രൗണ്ടിങ് വരുന്നുണ്ട്. അത് കറക്റ്റായിട്ട് ചെയ്യണം, അല്ലെങ്കിൽ അവിടെ ഒരു സ്പാർക്കിംഗ് ഉണ്ടാകും. ഓവൻ ചൂടാവാതെ വരും, ഫ്യൂസ് വീണ്ടും പോകും, പല പ്രോബ്ലംസ് വരും. അത് കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇത്രയും ചെയ്തതിന് ശേഷം ഫാനൊക്കെ മുട്ടാതെ, ഫ്യൂസേലൊന്നും മുട്ടാതെ നോക്കണം. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പ്ലഗ് കുത്തിയിട്ട് ഇപ്പം ഇതിനകത്ത് ഞാനിപ്പോൾ വെച്ചിട്ടുണ്ട്, ഒരു കുപ്പിയുടെ മുറി കഷ്ണത്തിച്ചിരി വെള്ളം ശകലം വെച്ചിട്ടുണ്ട്. എന്നിട്ടൊന്ന് ഓണാക്കി. ഫാൻ വർക്ക് ചെയ്യുന്നത് കാണാൻ നിങ്ങൾക്ക്. ഓൺ റണ്ണിങ്ങിലാണ്. ഇത് നമ്മൾ ഒരുപാട് ഫുള്ള് ഹൈ ഇതിലിടേണ്ട കാര്യമില്ല. കാര്യം ഇപ്പം ഞാൻ വെച്ചേക്കുന്ന വെള്ളം കുറച്ച് വെള്ളം വെച്ചിട്ടുള്ളൂ. അത് മാത്രമല്ല, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയുടെ പീസയിലാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഒത്തിരി ഹീറ്റാക്കാൻ പറ്റത്തില്ല. ഒന്ന് ഓഫ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഓഫ് ചെയ്തു. നമുക്ക് വെള്ളം ചൂടായെന്ന് നോക്കാം. ഇപ്പോൾ വെള്ളം ചൂടായി. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. തുടർന്നും ഉപകാരപ്രദമായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക.